അപ്പോൾ ആ മേൽക്കോയ്മ ഇല്ലാതാക്കണം. ഗീതു മോഹൻദാസ് ആ ടീച്ചറിൽ കാണിച്ചത് അത് തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. തുടക്കം ആ ടീച്ചറിൽ യശല്ല മുകളിലിരിക്കുന്നത്, ആ പെൺകുട്ടിയല്ലേ മുകളിലിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും അതൊരു സ്ത്രീ മേൽക്കോയ്മ തന്നെയാണ്. അങ്ങനെ കാലങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഗീതു മോഹൻദാസ് യശ് ടീമിന്റെ ടോക്സിക് എന്ന് പറഞ്ഞ പടം വരുന്നുണ്ട്. അതായത് ഒരുപാട് വർഷമായി KGF 1 വന്ന സമയത്ത് പറഞ്ഞ കഥയാണ്. അതായത് ടോക്സിക്കിന് ഡേറ്റ് കിട്ടിയ യശിന്റെ അത് ഭയങ്കര ആഘോഷമായിരുന്നു. പിന്നീട് അങ്ങോട്ട് എന്താ നടന്നതെന്നുള്ളത് ആർക്കും വലിയ പിടിയൊന്നുമില്ല. അതായത് യശ് പിന്മാറിയെന്ന് കേട്ടു, യശും ഗീതു മോഹൻദാസും തമ്മിൽ അടിയായെന്ന് കേട്ടു, അങ്ങനെ പല പല കഥകൾ കേട്ടു. അപ്പൊ അന്നത്തെ കാലത്തെ ഗ്യാങ്സ്റ്റർ കഥയാണ്. ഇനിയിപ്പോൾ അത് ഇറങ്ങി എന്താവുന്നൊന്നും അറിയില്ല. എന്തായാലും ഇപ്പോൾ എല്ലാ ആൾക്കാരും എടുത്ത് ഗീതു മോഹൻദാസിനെ ഏറി കയറ്റിയിട്ടുണ്ട്. അതായത് വന്നിറങ്ങിയ ടീസർ അത്യപൂർവങ്ങളിൽ ഒന്നാണ്. അതായത് ഇതിനു മുന്നേ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ടീസറാണ്. അതായത് ഒരു മെയിൽ മസ്ക്യുനാലിറ്റി കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടീസർ ഇറക്കിയിട്ടുണ്ട്. അവിടെയാണ് പറ്റിയത്. അപ്പോൾ എല്ലാവരും കൂടി ഗീതു മോഹൻദാസിന് എതിരായി. പക്ഷേ ഗീതു മോഹൻദാസിന് ഇങ്ങനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? കാരണം ഞാൻ ആലോചിച്ചിട്ട് ഗീതു മോഹൻദാസ് ചെയ്ത തെറ്റെന്താണ്? അതായത് WCC എന്ന് പറഞ്ഞ സംഘടന ഉണ്ടാക്കി. എപ്പോഴും വേണം, സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംഘടനയൊക്കെ വേണം. ആരെങ്കിലുമൊക്കെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം. കാരണം സിനിമ എന്ന് വെച്ചാൽ ആൺമേൽക്കോയ്മയുടെ ഒരു സ്ഥലം തന്നെയാണ് സിനിമ. പക്ഷേ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പറ്റിയൊരു തെറ്റ്. അതായത് കസ്ബ സിനിമ ഇറങ്ങിയ സമയത്ത് മമ്മൂട്ടി ആ പെൺകുട്ടിയുടെ പാൻറ്റിന്റെ ഇവിടെ ബെൽറ്റ് കയറി പിടിച്ചിട്ട് പറയുന്ന സീൻ വെച്ചിട്ടാണ് ഇവർ പ്രശ്നം ഉണ്ടാക്കിയത്. പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാഷ്വൽ ടോക്കിൽ, ഒരു ഇന്റർവ്യൂവിന്റെ സമയത്ത് ഒരു കാഷ്വൽ ആയിട്ട് പാർവതി തിരുവത്താണ് ഈ വസ്തുത എടുത്തിട്ടത്. അപ്പോൾ അന്ന് പുറകിൽ നിന്ന് തീ കൊടുത്ത ആളാണ് ഗീതു മോഹൻദാസ്. സെയ്റ്റ് ആ പേര് പറയൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് പ്രശ്നമാക്കിച്ച ആളാണ് ഗീതു മോഹൻദാസ്. അന്ന് പാർവതി തിരുവത്ത് മറ്റേ പീക്ക് ലെവലിൽ നിൽക്കുകയാണ്. അതായത് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഹീറോയിനൊക്കെ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയം. അവിടെ നിന്ന് ആ ഗ്രാഫ് ഇങ്ങനെ താഴേക്ക് വരാനുള്ള ഒരേ ഒരു കാരണം നമ്മുടെ ഗീതു മോഹൻദാസ് തന്നെയാണ്. അതല്ലാന്ന് പറയാൻ പറ്റില്ല. അതിനുശേഷം ഇപ്പോൾ ഗീതു മോഹൻദാസിന്റെ ഒരു ടീസർ വന്നപ്പോൾ അതിൽ കാണുന്ന സീനുകൾ, അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരുദ്ദേശിച്ചൊരു കാര്യം ആൺ മേൽക്കോയ്മ മാറി പെൺ മേൽക്കോയ്മ ആവണം. ശരി, അപ്പോൾ ഉദ്ദേശിച്ചത് ചിലപ്പോൾ ഒരാണിന്റെ തല്ല് കൊള്ളാനോ അടി കൊള്ളാനോ അല്ലെങ്കിൽ എപ്പോഴും അടിച്ചു താഴ്ത്തപ്പെടാനോ വേണ്ട ഒരാളല്ല ഒരു സ്ത്രീ എന്നായിരിക്കും ഇവർ ഉദ്ദേശിച്ചത്. ഗീതു മോഹൻദാസിന്റെ ഉള്ളിൽ അതായിരുന്നായിരിക്കും. പക്ഷെ നാട്ടുകാർക്ക് കിട്ടിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രീതിയിലാണ്. അതുകൊണ്ടായിരിക്കും ടീസറിനെ ഈ രീതിയിൽ ആൾക്കാർ ഊക്കുന്നത്. എന്തായാലും ഗീതു മോഹൻദാസ് പറഞ്ഞ കാര്യത്തിൽ വാക്ക് പാലിക്കുന്നുണ്ട്. ഈ ടീസറിലായാലും പെൺ മേൽക്കോയ്മയാണ് നടക്കുന്നത്. അത് ടീസറിന്റെ തുടക്കത്തിൽ യശല്ല മുകളിലിരിക്കുന്നത്, ആ സ്ത്രീ ആണല്ലോ മേളിലിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പെൺ മേൽക്കോയ്മ നടക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും വളരെ നല്ല രീതിയിൽ ടീസർ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ ഒരുമാതിരി സ്പൂഫ് സ്റ്റൈലിലുള്ള ടീസർ. അതിൻ്റെ കൂടെ ഇപ്പോൾ നമ്മുടെ നിതിൻ രഞ്ജി പണിക്കർ, നമ്മുടെ കസ്ബ സിനിമയുടെ ഡയറക്ടർ, അതുപോലെ തന്നെ കസ്ബ സിനിമയുടെ ഡയറക്ടർ വന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ലൈൻ കോട്ട് ചെയ്യുക ചെയ്തത്. അതായത് ഇത് ഇറങ്ങിയതിന് ശേഷം, അതായത് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോൾ ഇവരെല്ലാം സൂപ്പറാണ്, ഇവരുടെ കാര്യം വരുമ്പോൾ ഇവർ വേറെ രീതിയാണ്. അത് ഇരട്ടത്താപ്പാണ് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ ഇരട്ടത്താപ്പിന്റെ രാജ്ഞിമാർ എന്ന രീതിയിൽ നമ്മുടെ വിജയ് ബാബു ഒരു പോസ്റ്റ് ഉണ്ട്. കാരണം പുള്ളി ഒരു ഏരപ്പെടുത്ത കേസിൽ പെട്ടപ്പോൾ ഇവരെ കൂടി ഇയാളിട്ടിട്ട് കഷ്ടപ്പെടുത്തിയതാണ്. അതിൻ്റെ പുറകെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് കുറ്റം പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. പിന്നെ ട്രailer അല്ലെങ്കിൽ ടീസർ റിയാക്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. ആ ടീസർ റിയാക്ട് ചെയ്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഷസാമിൻ്റെയാണ്. ഷസാം ഒന്നും അറിയാത്ത ആൾ പോലെ, സാധാരണ ഒരാളൊരു ടീസർ റിയാക്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് അത് കാണും, കണ്ട് ഓരോ സ്ഥലത്ത് എന്തൊക്കെ പറയണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ്. പിന്നെ ഷസാമിനെ പോലെ വലിയ വലിയ യൂട്യൂബേഴ്സ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇൻസ്റ്റന്റ്ലി കണ്ടായിരിക്കും ആൾക്കാരുടെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഡ്രാമ കണ്ടിട്ട് ഷസാം ഒരു സിനിമയിൽ അഭിനയിക്കേണ്ട ആളാണെന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം പുള്ളി ഒന്ന് കണ്ടു നോക്കത്, ഓക്കെ, ഒന്ന് കണ്ടു നോക്കിയത് നിങ്ങൾ. ഇതൊരു ഫാമിലി ചാനലാണ്. പുള്ളിയുടെ വായ കുളിച്ചുള്ള ഇരിപ്പ് കണ്ടാൽ തോന്നും പുള്ളി ആദ്യമായിട്ട് കാണണം, ഇപ്പൊ കണ്ടോളും തോന്നും അല്ലേ? അതിനുശേഷം കുട്ടികളെ ഇപ്പോ ഫാമിലി ചാനലാണ് നിൽക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് എല്ലാ ആൾക്കാരുടെയും മെന്റാലിറ്റി. ഈ പറഞ്ഞ പോലെ സിനിമയായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും ഉള്ള പാട്. അതായത് ഇതിനകത്ത് ഒരുപാട് ഓവർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സർട്ടിഫിക്കറ്റ് ആ സിനിമയ്ക്ക് കിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇതിന് 16+ ആണെങ്കിൽ 16+ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരു സിനിമയെ അടിച്ചു താഴ്ത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഗീതു മോഹൻദാസ് പണ്ഡിത ഇങ്ങനെ പറഞ്ഞില്ലേ, കണ്ടീഷൻഡ് ഇൻ എ സർട്ടൻ വേ. നമ്മൾ അവരെ പ്രൊവോക്ക് ചെയ്തിട്ട് കാര്യമില്ല, ടിൽറ്റിലേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ദിസ് ഇസ് സിനിമ, അത് നോ, യു ഹാവ് ടു സ്ലോലി ഇൻട്രൊഡ്യൂസ് ദം, സ്ലോലി മേക്ക് ദം കംഫർട്ടബിൾ. ഞാൻ അതാ വിശ്വസിക്കുന്നത്. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഇറ്റ് ഇസ് ആൻ ആഡഡ് റെസ്പോൺസിബിലിറ്റി ദാറ്റ് പീപ്പിൾ ആർ കംഫർട്ടബിൾ when they watch with their family, with their spouse, whatever. If they are conditioned in a certain way in their thoughts, then I need to make them very comfortable. Our society is conditioned in a certain way. നമ്മൾ അവരെ പ്രൊവോക്ക് എന്ന് പറഞ്ഞിട്ട് ഗീതു മോഹൻദാസിന്റെ സിനിമയിൽ തന്നെ എന്താ ഇങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. കാരണം സിനിമയാണ്, ഓരോ കഥാപാത്രങ്ങൾക്കനുസരിച്ചും ഓരോ കഥകൾക്കനുസരിച്ചും സാഹചര്യങ്ങളും മാറും. ഇന്ന് ഈ ടീസറിൽ
പെൺ മേൽക്കോയ്മയാണ് ഗീതു മോഹൻദാസ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ആരും ഗീതു മോഹൻദാസിനെ കുറ്റം പറയാൻ പാടില്ല. ഞാൻ കുറ്റമല്ല കേട്ടോ ഇപ്പോൾ പറഞ്ഞത്, ഞാൻ നല്ല കാര്യങ്ങളാണ് ഗീതു മോഹൻദാസിനെ പറ്റി പറഞ്ഞത്.